ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ബ്രൗണിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ചോക്ലേറ്റ് ബ്രൗണി, നല്ല സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ട് ഇരിക്കുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് എടുക്കാം. ഞാൻ ഡിസയർ എന്ന ബ്രാൻഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് ഞാനൊരു പാനിലോട്ട് മാറ്റുന്നുണ്ട്. അത് കട്ട് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 500 ഗ്രാം വരുന്ന ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, ഒരു 300-350 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടറും ഏകദേശം ഒരു പാക്കറ്റിൻ്റെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ പോർഷൻ ഞാൻ എടുത്തത്, അത്ര എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് തീ കൂടി പോയതുകൊണ്ട് എൻ്റെ ജസ്റ്റ് ഒന്ന് കട്ടിയായിപ്പോയി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടെക്സ്ചറായിട്ട് കിട്ടും. നിങ്ങൾ ജസ്റ്റ് തീ കുറച്ച് വെച്ച് ഒന്ന് എടുത്താൽ മതിയേ. അതിനുശേഷം ഞാനൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1/4 കപ്പ് ഗ്രാനുവൽസ് ആയിട്ടുള്ള ഷുഗറാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിക്കണ്ടെന്നുണ്ടെങ്കിൽ പൊടിക്കാതെ എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എൻ്റെത് കുറച്ച് വലിയ തരികളായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ബീറ്റർ വെച്ച് ഞാൻ കുറച്ച് ഷുഗറും എഗ്ഗും കൂടി മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കത്തില്ല, അതുപോലെ 3-4 തവണയായിട്ട് ഈ ഷുഗർ പൗഡർ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിസ്ക് വെച്ച് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് അതായത് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട പതഞ്ഞ് വരണം എന്നൊന്നുമില്ല. അതിന് ബീറ്ററിൻ്റെ തന്നെ ആവശ്യം തന്നെ ഇല്ല. നമുക്ക് വിസ്ക് വെച്ച് വേണമെങ്കിൽ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി മുട്ട. അതിനുശേഷം മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും കൂടി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ മുട്ടയിലോട്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളർ വരും കേട്ടോ. കണ്ടോ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. മൈദയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 1 കപ്പ് എടുത്തതിന് ശേഷം, 1 കപ്പാണ് അത് അളവിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് എടുത്തതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം ബാക്കി പോർഷൻ നമുക്ക് മൈദ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് ആ മൈദ ഒന്ന് സീവ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പോലെ 3-4 പ്രാവശ്യം അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇതിലോട്ട് ചേർക്കത്തില്ല. ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ബ്രൗണിക്ക്. അപ്പോൾ ഞാനതൊന്ന് സീവ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒറ്റ തവണ ഒന്ന് സീവ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഒന്ന് ഇതായാൽ മതി, ഒന്ന് ഇളക്കി സീവ് ചെയ്യണം. അതായത് ഞാനൊന്ന് വിസ്ക് വെച്ചൊന്ന് ഇതേക്ക് സീവ് ചെയ്ത് വെക്കുന്നുണ്ട്. സീവ് ചെയ്തിട്ട് നമ്മളൊന്ന് ആ മുട്ടയുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കൊരു ട്രേയിലോട്ട് മാറ്റാം. ഓക്കെ, ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ട്രേ ആണ്. അത് നമുക്ക് അതിലോട്ട് മാറ്റിയതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സ് മതി കേട്ടോ. 25 മിനിറ്റ്സ് കൊണ്ട് എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. 25 മിനിറ്റ്സിൽ ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനായിരിക്കണം കേട്ടോ. 10 മിനിറ്റ്സ് എങ്കിലും പ്രീഹീറ്റ് ചെയ്യണം. സെയിം ഡിഗ്രി തന്നെ, 180 ഡിഗ്രി തന്നെ പ്രീഹീറ്റ് ചെയ്ത വെച്ച ഓവനിൽ ഒരു 25 മിനിറ്റ് ഓക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതിയേ. അതിനുശേഷം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ടെക്സ്ചറും കറക്റ്റ് കളറും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം തന്നെ നമുക്ക് കഴിക്കാം. കേക്കൊക്കെ ഒരു ദിവസം ഇരുന്നാലല്ലേ കൊള്ളത്തുള്ളൂ, പക്ഷേ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് അപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചോക്ലേറ്റ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.